ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കേരളവാണി ഒരുക്കുന്ന നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ രാത്രിയിലെ ഭക്ഷണമാണ് അത്താഴം. അത്താഴത്തെക്കുറിച്ചാവട്ടെ ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. അല്ലിലെ തായം, അതായത് രാത്രിയിലെ പങ്ക് എന്നതാണ് അത്താഴം എന്ന പദത്തിൻ്റെ മൂലരൂപം. അത്താഴത്തിൻ്റെ ഉത്ഭവം പുരാതന കാലത്ത് കണ്ടെത്താനാകും. ഒരു നീണ്ട ദിവസത്തെ ജോലിക്ക് ശേഷം ആളുകൾ ഭക്ഷണവും കഥകളും പങ്കിടാൻ തീക്ക് ചുറ്റും ഒത്തുകൂടിയിരുന്നു. മധ്യകാല യൂറോപ്പിൽ അത്താഴം ആതിഥ്യ മര്യാദയോടും വിരുന്നിനോടും ബന്ധപ്പെട്ടിരിക്കുന്നു. ആതിഥ്യ മര്യാദയുടെയും സ്വാഗതത്തിൻ്റെയും കൂട്ടായ്മയുടെയും പ്രതീകമാണ് അത്താഴം. ഒരു കുടുംബ അത്താഴമോ സുഹൃത്തുക്കളുടെ ഒത്തുചേരലോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി പോട്ട്ലക്കോ ആകട്ടെ, അത്താഴം ആളുകളെ സൗഹൃദത്തിൻ്റെയും നല്ല അനുഭവത്തിൻ്റെയും ആത്മാവിൽ ഒരുമിച്ച് കൊണ്ടുവരുന്നു. സാധാരണക്കാരുടെ ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനമായ ആഹാരം അത്താഴമാണ്. മൊത്തത്തിൽ തിരക്കേറിയ ഒരു ദിവസത്തിന് ശേഷം ശരീരത്തെ വിശ്രമിപ്പിക്കാനും പോഷിപ്പിക്കാനുമുള്ള ഒരു സമയമായി അത്താഴം വർത്തിക്കുന്നു. സ്വന്തം സുഖത്തിനും സൗകര്യത്തിനും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത, അത്താഴമൂട്ടിയ ഉടയവരെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ആധുനികരെ ഉൾക്കൊള്ളുന്ന ഈ ലോകത്തിൽ അത്താഴത്തിൻ്റെ അർത്ഥത്തിന് എന്താണ് ഒരു പ്രസക്തി? പരസ്പരം നോക്കാതെ, സംസാരിക്കാതെ, ടി വി കണ്ടും മൊബൈൽ ഉപയോഗിച്ചും അത്താഴം കഴിക്കുന്ന അണുകുടുംബങ്ങൾക്ക്, ആധുനിക സമൂഹങ്ങൾക്ക് അത്താഴം നൽകുന്ന സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും പാഠങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കും? ക്രിസ്തീയ പാരമ്പര്യത്തിൽ അത്താഴത്തിന് ഒരു പ്രത്യേകമായ പ്രാധാന്യമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളിൽ വേരൂന്നിയ ഒരു വിശുദ്ധ ആചാരമാണ് അത്. കുരിശുമരണത്തിന് മുൻപ് യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ഒത്തുകൂടിയ അന്ത്യ അത്താഴത്തെക്കുറിച്ചാണ് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സമാന്തര സുവിശേഷങ്ങളിലെല്ലാം പ്രതിപാദിപ്പിക്കപ്പെടുന്ന അന്ത്യ അത്താഴ സമയം യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്കായി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. നിങ്ങൾക്ക് വേണ്ടി പകരുന്ന ഈ പാനപാത്രം എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുക. ലളിതവും എന്നാൽ ഗഹനവുമായ ഈ പ്രവർത്തനങ്ങളിലൂടെ യേശു തൻ്റെ അനുയായികളെ തൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരാനും തൻ്റെ കൃപയാൽ പോഷിപ്പിക്കാനും നിലനിർത്താനും ക്ഷണിച്ചുകൊണ്ട് കുർബാനയുടെ കൂദാശ സ്ഥാപിച്ചു. അന്ത്യ അത്താഴത്തിൻ്റെ സ്മരണയും നവീകരണവുമായ പരിശുദ്ധ കുർബാന ലോകാന്ത്യം വരെ നമ്മോട് കൂടെ വസിക്കുന്നതിനും പാപപരിഹാരമായി പിതാവിനർപ്പിച്ച കുരിശിലെ ബലിയിൽ എല്ലാ കാലഘട്ടങ്ങളിലെയും എല്ലാ സ്ഥലങ്ങളിലെയും എല്ലാ മനുഷ്യരെയും പങ്കുകൊള്ളിക്കുന്നതിനും അനുഗ്രഹങ്ങൾ സമ്പാദിച്ചു കൊടുക്കുന്നതിനും വേണ്ടി ഈശോ ചെയ്ത ശൂന്യവൽക്കരണമായിരുന്നു. പരിശുദ്ധ കുർബാന കേവലം ഒരു പ്രതീകാത്മകമായ ആചാരം എന്നതിലുപരിയായി അത് പ്രവർത്തനത്തിലേക്കുള്ള ഒരു ആഹ്വാനമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ അത്താഴത്തിനു ശേഷം യേശു ചെയ്ത സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും മാതൃക അവതരിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ അന്യോന്യം സ്നേഹിക്കാനും മറ്റുള്ളവരെ വിനയത്തോടും അനുകമ്പയോടും കൂടെ സേവിക്കാനും നീതിയും അനുരഞ്ജനം തേടാനുള്ള ആഹ്വാനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണിത്. പരിശുദ്ധ കുർബാനയിലെ നമ്മുടെ പങ്കാളിത്തം ക്രിസ്തുവിൻ്റെ സ്നേഹവും അനുകമ്പയും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമ്മെ പ്രചോദിപ്പിക്കട്ടെ. ക്രിസ്തുവിൻ്റെ അനുയായികളായി നാം ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അത് നമ്മുടെ വിശ്വാസവും ഐക്യവും ശക്തിപ്പെടുത്തട്ടെ. യേശുവിൻ്റെ ത്യാഗത്തെയും അത് നൽകുന്ന വീണ്ടെടുപ്പിൻ്റെയും വാഗ്ദാനത്തെയും ഓർത്ത് നന്ദിയോടെയും ബഹുമാനത്തോടെയും നമുക്ക് പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.